ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉമ്മയുടെ ഒപ്പമുള്ള ഒരു ദിവസത്തെ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഉമ്മച്ചിയും ഞാനും മക്കളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പോവുകയാണ്. ഇക്ക വരുന്നില്ല, ഇക്കാക്ക് ഇന്ന് വേറെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇക്കാക്കുള്ള പുട്ടും പിന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, പഴമാണ് കഴിക്കുന്നത്. ഉമ്മച്ചിതാ മുറ്റത്ത് അങ്ങനെ റെഡിയായി നിൽക്കുമ്പം നട്ട ചെടികളൊക്കെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാവ് ഉമ്മ നട്ടതാണ് കേട്ടോ. അപ്പോൾ 2 വർഷമായി ഇത് നട്ടിട്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ വന്നതല്ലാതെ ഇതുവരെ പൂവുണ്ടായിട്ടില്ല. അപ്പോൾ ഉമ്മച്ചി പറയുകയാണ് ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ തളിരിങ്ങനെ ഒടിച്ച് കളയണമെങ്കിൽ മാത്രമേ ഇതിങ്ങനെ തഴച്ച് വളരുള്ളൂ, പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ പെട്ടെന്ന് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായതിന് ശേഷം എന്നെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഡോറൊക്കെ പൂട്ടാനുണ്ടാവും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനും ഇറങ്ങി. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ടിലെ മാവാണ് കേട്ടോ, അതിപ്പോൾ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ പൂക്കണത്. ഇപ്പോൾ മാവ് പൂക്കുന്ന കാലമൊന്നുമല്ല, എന്തോ നമ്മുടെ വീട്ടിലങ്ങനെ പൂവുണ്ടായി കണ്ടപ്പം ഒരു പ്രത്യേക സന്തോഷം, അങ്ങനെ അത് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ നല്ല കിടിലം വെയിലാണ്. അപ്പോൾ മക്കളോട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവരുടെ സെൽഫി ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ബസ്സിൽ കയറി പിന്നെ നമ്മൾ ലുലു മാളിലേക്കാണ് കേട്ടോ പോണത്. ബസ്സിൽ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങാം, അല്ലെങ്കിൽ തമ്പാനൂർ ഇറങ്ങിയിട്ടും ലുലുമാളിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ തമ്പാനൂർ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ലുലുമാളിലേക്ക് പോവുകയാണ്. രാവിലെ ആയിട്ടുകൂടി ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തും ആ ഒരു വെയിൽ വകവയ്ക്കാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതി പിടിച്ച് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം ലുലുമാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അതിനുള്ളിലേക്ക് കയറുകയാണ്. ട്രിവാൻഡ്രത്ത് ഇതുപോലെ മാളിലും ഷോപ്പിലും ഒക്കെ പലരെയും കാണാറുണ്ട് കേട്ടോ, സെലിബ്രിറ്റീസിനൊക്കെ. ഇന്നിപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്ത് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ് കേട്ടോ. അപ്പോൾ അവരും അവരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് അതിനുള്ളിലേക്ക് ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ നേരെ ആ ഒരു കോഫി കുടിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ഞാൻ പിന്നെ ഈ ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. അവരോട് പോയിട്ട് അങ്ങനെ സെൽഫി ചോദിച്ചിട്ട് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു മടി മാറിക്കഴിഞ്ഞാൽ എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഗായകൻ സുദീപ് കുമാറിലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അത് തൊട്ടടുത്താണ് കേട്ടോ കണ്ടത്. അപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും സെൽഫി എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്നും ഞാൻ മിസ് ചെയ്തു. അങ്ങനെ മാളിനകത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര ഞങ്ങൾ നടന്ന് തളർന്നപ്പോൾ ഈ ഒരു എക്സ്കലേറ്റർ വഴി അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. നേരെ ഫൺ ടൂറയുടെ മുമ്പിലാണ് കേട്ടോ എത്തിയത്. മക്കൾ പിന്നെ അത് കണ്ടപ്പോഴേക്കും അതിലേക്ക് കയറാം, പിന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി, പക്ഷേ ഒരു രക്ഷയില്ല, ഭയങ്കര കത്തി റേറ്റാണ്. അപ്പോൾ 1000 രൂപയുടെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 or 3 ഗെയിമിൽ അന്ന് കളിക്കാൻ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത് വരുമ്പോഴേ നമുക്കത് വർക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടുത്ത് എന്തായാലും നമ്മൾ ഉടനെ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഫുഡ് കോർട്ടിലേക്ക് എത്തി. അപ്പോൾ ആദ്യം മോമോസും പിന്നെ മൊജിറ്റോ ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ മൊമോസ് ആയിരുന്നു, ചില്ലി ചിക്കൻ മൊമോസ അങ്ങനെ എന്തോ ആണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കൻ ബാർബക്യൂ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതും ഡബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കോൺ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ, ചോളം ഇല്ലേ അതൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു, ചീസൊക്കെ ഇട്ടിട്ട് നല്ലൊരു പിസ്സയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഈ ഒരു മാളിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ ആയാലും റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ തോന്നൂല കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ തൽക്കാലം ആശ്വാസത്തിന് ആ ഒരു പിസ്സയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്തായാലും ചോറും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തിരക്കി നോക്കി. അപ്പോൾ ബിരിയാണിയൊക്കെ
അടിപൊളി റേറ്റാണ്. ഒരാൾക്ക് കഴിക്കാനുള്ള ബിരിയാണിക്കൊക്കെ 300-400 രൂപയൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി. നമ്മുടെ എറണാകുളത്തെ ലുലു മാളിനെക്കാളും വലിപ്പം കൂടിയത് ട്രിവാൻഡ്രത്തെ ലുലു മാൾ തന്നെയാണ്. പക്ഷേ സാധനങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതലുള്ളത് എറണാകുളത്തെ ലുലു മാളിലാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇവിടെ അത്ര തിരക്കുമില്ല. അതുപോലെ പിന്നെ നമ്മൾ നേരെ വന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മച്ചിയൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഫാൻസാണ്. അതായത് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ചിയുടെ ഫേവറേറ്റായ പിയർ ഫ്രൂട്ടാണ് കേട്ടോ ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട്. അപ്പോൾ അതും എടുത്തു. പിന്നെ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എല്ലാം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് 1/4 കിലോനും താഴെ. അതായത് നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാനൊരു 2-4 ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ടൊക്കെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അതും ഒരെണ്ണം എടുത്തു. ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ആണെന്ന് കരുതിയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിങ്ങനെ തൊലി നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ പൊളിച്ച് നോക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എടുത്തു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അത് വൈറ്റ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു യെല്ലോ ഈത്തപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരവും ഒക്കെ ആയിരുന്നു. പിന്നെ അവക്കാഡോ, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ചിലതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു പച്ച കളർ അവക്കാഡോ, അത് പഴുത്തിട്ടില്ല എന്ന് തോന്നി, അപ്പോൾ പിന്നെ എടുത്തില്ല. പിന്നെ ഈ ഒരു മസ്ക് മെലൺ, അത് നല്ല സൂപ്പർ ആയിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളരിക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ വെള്ളരിക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫ്രൂട്ടായിരുന്നു അത്. പിന്നെ ബ്ലാക്ക് ബെറീസ് അട്ടർ ഫ്ലോപ്പായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ബ്ലാക്ക് ബെറിയെക്കുറിച്ച്. പിന്നെ പച്ചക്കറി ഐറ്റംസൊക്കെ വീട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടൂലേ, ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ മക്കളും ഉമ്മായൊക്കെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. മാളിനകത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഒരുപാട് സമയം പോയി കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചതൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ്. ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോക്കാരനോട് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി. പക്ഷേ അടിപൊളി വെയിലത്ത് അങ്ങനെ തളർന്നു പോയി കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ആകപ്പാട് ഡേഞ്ചറായിരിക്കുകയാണ്, വെയിൽ കൊണ്ട് പൊരിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നാടൻ ഊണും ആവോലി ഫ്രൈ ഒക്കെ അങ്ങനെ കഴിച്ചു. നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുടുംബ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബ്രദറിൻ്റെ ഒരു ജ്യൂസ് ഷോപ്പുണ്ട്, അവിടെ നിന്ന് ജ്യൂസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. ഈ ഒരു ഷോപ്പിൽ കാസർഗോഡത്തെ ആൾക്കാരാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു, കാസർഗോഡത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അവർ ഉപ്പളയിലാണ് കേട്ടോ, കാസർഗോഡ് ഉപ്പളയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മീറ്റ് റോളൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനും ഉമ്മച്ചിയും പിസ്ത ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ പിസ്ത ഷേക്ക് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ മക്കൾ ഈ ഒരു മോൺസ്റ്റർ ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തു കേട്ടോ. പിന്നെ നേരെ കട വീട്ടിലേക്ക് കയറി കുറച്ച് നേരം ഉമ്മാടെ അടുത്ത് സംസാരിച്ചിരുന്നതിന് ശേഷം വേഗം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നറും ഒക്കെ കഴിച്ചിട്ട് ഇന്നലെ നമ്മൾ വാങ്ങിയില്ലേ ആ ഒരു ചെറി, അത് ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ അതും ആ ഒരു ബ്ലാക്ക് ബെറീസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പിലിടാമെന്ന് കരുതി. അപ്പോൾ അത് തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പൊതുവേ ഈ പുളിയുള്ള സംഭവങ്ങൾ തീരെ ഇഷ്ടമല്ല. പുളിയുള്ള സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തൊണ്ടവേദന ഉറപ്പാണ്. അപ്പോൾ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം എന്തായാലും ഉപ്പിലിടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഉപ്പുവെള്ളം തിളപ്പിച്ചതാണ്. അപ്പോൾ അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ചെറിയല്ല കേട്ടോ, പ്ലമ്മാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല എരിവുള്ള കാന്താരി മുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് സെറ്റായതിനു ശേഷം കഴിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ അത് പ്രിപ്പയർ ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.